ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹബ് ഡിസൈൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ നമ്മളോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ. ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ആളുകൾ നിരന്തരം ചോദിക്കുന്നൊരു വിഷയമാണ് നമ്മുടെ പിക്സൽ ലാബിൻ്റെ പ്രൊജക്റ്റ് സേവിങ് പ്രോബ്ലം എന്ന് പറയുന്നത്. നമ്മളൊരു പ്രൊജക്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ പ്രൊജക്റ്റ് എടുക്കുമ്പോൾ അതിൻ്റെ അലൈൻമെൻറ്റ് ആകെ മാറി, ആകെ അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ ആകെ അതിലെ എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ആകെ സ്ട്രെച്ചായിട്ട് നമുക്കൊന്നിനും ഉപയോഗിക്കാൻ പറ്റാത്തൊരു രൂപത്തിൽ ആയി വരുന്നൊരവസ്ഥ പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ പിക്സൽ ലാബ് യൂസ് ചെയ്യുന്ന ഏകദേശം 90% ആളുകളും ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇത്രയും കാലം അത് പിക്സൽ ലാബിൽ തന്നെ ഉള്ള ഒരു പ്രോബ്ലമാണ്, അതിന് നമുക്ക് സൊല്യൂഷനൊന്നും ഇല്ല എന്ന് പറയുകയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ എന്നാലും നമ്മുടെ ഹബ് ഡിസൈൻ ടീം അതിന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കറക്റ്റായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇതിൻ്റെ കാരണവും അതില്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എല്ലാ സംഭവങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഹബ് ഡിസൈൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളെ പോലെ പിക്സൽ ലാബ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാർ പലർക്കും വരുന്നൊരു പ്രോബ്ലമാണ്. പലരും നമ്മളോട് ചോദിച്ച് മെസ്സേജ് അയക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും വരുന്ന പ്രോബ്ലം തന്നെയായിരിക്കും ഇത്. അപ്പോൾ അവരിലേക്കും കൂടെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് ഒരു ഉപകാരം അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ പിക്സൽ ലാബ് പ്രൊഫഷണലിന് പകരം ഞാൻ വേറൊരു മോഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് ആദ്യം എന്താണ് പ്രോബ്ലം എന്നുള്ളത് ചിലപ്പോൾ പലർക്കും എൻ്റെ ഈ പറച്ചിലുകൊണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഏതായാലും എൻ്റെ ഒരു പ്രൊജക്റ്റ് ഫയൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ എൻ്റെ ഒരു നമ്മുടെ മൊബൈൽ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സിൻ്റെ ഒരു പ്രൊജക്റ്റ് ഫയലാണിത്. അപ്പോൾ ഇത് എനിക്കത് പ്രൊജക്റ്റായിട്ട് സേവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഏതായാലും ആദ്യം തന്നെ ആ ഒരു പ്രോബ്ലം റീക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാണ്. എന്താണ് സംഭവം എന്നുള്ളത് 2 രൂപത്തിൽ കാണിച്ചു തരുന്നുണ്ട്. ഒന്ന്, ആ പ്രോബ്ലം വരുന്ന രൂപത്തിലും ഞാനിത് സേവ് ചെയ്യുന്നുണ്ട്. ആ പ്രോബ്ലം ഇല്ലാതെയാക്കിയിട്ടുള്ള രൂപത്തിൽ ഞാനിത് സേവ് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്കത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ, ഇതാണ് നമുക്ക് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താണ്. അപ്പോൾ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രോബ്ലം സാധാരണ വരാറുള്ളത്. അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇതിൻ്റെ കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചാലോ എന്നുള്ളത്, ഗ്രാഫിക് ഡിസൈനിങ് ജസ്റ്റ് ആ ഒരു ഹെഡിങ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ടെക്സ്റ്റ് ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ വെറുതെ ലെങ്ത് ആക്കണ്ടല്ലോ. അല്ലെങ്കിൽ വേണ്ട, ഞാനിത് കട്ട് ചെയ്യാതെ തന്നെ വെക്കുന്നുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊജക്റ്റാണ് സേവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇതിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഈ ഒരു വർക്കാണ് എനിക്ക് സേവ് ചെയ്യേണ്ടത്. ഓക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആ പ്രോബ്ലം വരാൻ കാരണമാകുന്ന രൂപത്തിൽ ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് സേവ് ചെയ്യുകയാണ്. പ്രൊജക്റ്റ് ഓക്കെ, ഞാനിതിന് ഒരു SDF എന്നുള്ളൊരു ഇത് കൊടുക്കുന്നു. ജസ്റ്റ് ഓക്കെ, സേവ് അടിച്ചു കേട്ടോ. ആ ഒരു ഇത് ഞാൻ സേവ് ആക്കി. ഇനി ഞാൻ നേരത്തെ ഞാൻ സേവ് ആക്കിയ ഒരു ഇത് നിങ്ങൾ കണ്ടല്ലോ, അത് ഞാൻ ആ പ്രോബ്ലം ഉണ്ടാകുന്ന രൂപത്തിലാണ് സേവ് ആക്കിയത്. നമുക്കിതും കൂടെ ഒന്ന് സേവ് ചെയ്യാം. ഇതിനി QWERT. ഓക്കെ, ഈ ഒരു രൂപത്തിൽ ഇനി ഞാൻ ഇതൊന്ന് സേവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഞാൻ 2 വട്ടം സേവ് ആക്കിയില്ലേ. ഇതിൽ 2 വട്ടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ തവണ നമ്മൾ ആ കാണുന്ന നമ്മുടെ അലൈൻമെൻറ്റുകളൊക്കെ ആകെ ചേഞ്ചായി, നമ്മുടെ ഇമേജുകൾ അതുപോലെ തന്നെ ഫോണ്ടുകളൊക്കെ ആകെ സ്ട്രെച്ചായിട്ട് നമുക്ക് ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലാകുന്ന കോലത്തിലാണ് ഞാൻ ഫസ്റ്റത്തെ തവണ സേവ് ചെയ്തിട്ടുള്ളത്. ഇതിൽ 2ാമത്തെ തവണ സേവ് ചെയ്തിട്ടുള്ളത്
ഒരു പ്രോബ്ലം ഇല്ലാതെ കറക്റ്റായിട്ടുള്ള മെത്തേഡ് കൂടെയാണ് രണ്ടാമത്തെ തവണയും സേവ് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് എന്തായിട്ടുണ്ടാവില്ല, ഒരു വസ്തു ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നിങ്ങളുടെ കാഴ്ചയിൽ ഇത് ജസ്റ്റ് രണ്ടും സെയിം മെത്തേഡിലാണ് ഇതാക്കിയിട്ടുള്ളത്. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അത് തന്നെയാണോ അങ്ങനെയാണോ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതാക്കണേ ASDF രണ്ടും ഞാൻ സേവ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആദ്യം സേവ് ചെയ്തത് ആ പ്രോബ്ലം. ഓക്കെ അല്ലേ? കണ്ടില്ലേ നമ്മുടെ ആ ലേഔട്ടൊക്കെ ആകെ മാറി, അതാകെ നമുക്കിനി ഉപയോഗിക്കാൻ പറ്റാത്ത കോലത്തിൽ അതാകെ ഇതായി പോയിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റേ നമ്മൾ കറക്റ്റായിട്ട് സേവ് ചെയ്തത്. ഓക്കെ അല്ലേ? ഈ ഒരു പോസ്റ്ററാണ് നമ്മൾ നേരത്തെ സേവ് ചെയ്തതപ്പോൾ ഈ ഒരു രൂപത്തിലായി പോയത്. അപ്പോൾ ഈ ഒരു ഇതിനാണ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ പിക്സൽ ലാബിൻ്റെ പ്രോബ്ലം ഒന്നും അല്ല കേട്ടോ. നമ്മളോട് ചോദിക്കുന്ന ആളുകളോടൊക്കെ നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിക്സൽ ലാബിൻ്റെ പ്രോബ്ലം അല്ല, അത് പിക്സൽ ലാബിൻ്റെ പ്രോബ്ലമാണ്, മൊത്തത്തിലുള്ള പ്രോബ്ലമാണ്, അതിന് സൊല്യൂഷനൊന്നും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ വരുന്ന ഒരു ചെറിയൊരു പാൾട്ടാണ്, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് മാത്രം വരുന്നൊരു സംഭവമാണിത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് സേവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ വേറെ ഇതെടുത്തു. ഓക്കെ, ഇതൊന്ന് ഒന്നുകൂടെ ചേഞ്ച് ചെയ്തിട്ട് ഞാൻ ഒരു ഇതും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ട്. ഗ്രാഫിക് ഡിസൈനിങ് ഞാൻ ജസ്റ്റ് കുറച്ച് ഇത് പഴയ ടെക്സ്റ്റ് തന്നെ ആക്കുന്നുണ്ട് കേട്ടോ, ആ പഴയ ഹെഡിങ് തന്നെ. ഓക്കെ, പഠിച്ചാലോ. ഓക്കെ, ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചാലോ. നമ്മുടെ പഴയ ഹെഡിങ് തന്നെയാണ്. അപ്പോൾ ആ ഒരു രൂപത്തിലേക്ക് നമ്മുടെ ഹെഡിങ് ചേഞ്ച് ആകുന്നുണ്ട്. ഇനി മൊബൈലിലാണ് ഇനി കളികൾ എന്നുള്ളത്, നമുക്ക് മൊബൈലിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മൊബൈലിൽ. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരുന്നു, മറ്റൊരു ഇതിനെ താഴേക്ക് കൊണ്ടുവരണം. ഓക്കെ അല്ലേ? ജസ്റ്റ് സ്പീഡ് കൂട്ടി ഓക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നമ്മുടെ മറ്റേ ഗ്രാഫിക് ഡിസൈനിങ് പഠിച്ചാലോ എന്നുള്ളതിനെ താഴേക്കും കൊണ്ടുവരാം. ഓക്കെ അല്ലേ? ഓക്കെ അപ്പോൾ അത് സെറ്റ് ആയിട്ടുണ്ട്. ഞാനിതൊന്ന് സേവ് ചെയ്ത് തരാം കേട്ടോ. സേവ് ഇത് അപ്പോൾ നമ്മുടെ ഈ സേവ് ചെയ്യുന്ന രൂപം, നമ്മുടെ ഈ ഒരു സേവ് ചെയ്യുന്ന സെക്ഷൻ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങൾക്കിത് പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സ്ക്രീന് ഉണ്ടാവില്ല, അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിപ്പോൾ നമ്മുടെ ഈ പ്രൊജക്റ്റ് നെയിം നമുക്കിവിടെ നമ്മുടെ നെയിം സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓപ്ഷൻ വന്നപ്പോൾ സെയിം ടൈം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ. ഇവിടെ നമ്മുടെ ഈ കളി ഇനി ഇതിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഈ ഒരു ഭാഗം കണ്ടില്ലേ? ഈ ഒരു ഭാഗം നോക്കൂ. നമ്മുടെ ആ ടെക്സ്റ്റിൻ്റെയും എഡിറ്റിങ്ങിൻ്റെയും ഒക്കെ ഈ ഭാഗം മുകളിലേക്ക് കയറി വന്നിട്ടുണ്ട് അല്ലേ? ഇങ്ങനെ കയറി വന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ക്യാൻവാസിൻ്റെ ഈ ഒരു ഭാഗം കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഇത് വരുന്നത്, ക്യാൻവാസിൻ്റെ ഭാഗം. അതും ചെറിയ രൂപത്തിലേക്ക് മാറിയിട്ട് അതും അവിടെ എന്തായിട്ടുണ്ട്, അതും അവിടെ കുറച്ച് ചുരുങ്ങി ഭയങ്കര ഇതായിട്ട് നിൽക്കുകയാണ് ബാക്ക്ഗ്രൗണ്ടിൽ. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മൾ സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ASDF ഞാൻ ഒന്നുകൂടെ ASDFG ഞാൻ സേവ് ചെയ്തു. ഇനി നമ്മൾ സേവ് നമ്മൾ സാധാരണ ഈ പ്രോബ്ലം ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ? നമ്മളെല്ലാവരും ഇങ്ങനെ പേര് കൊടുക്കും, നമ്മൾ വേണ്ട പേര് നമ്മൾ കൊടുക്കും. പേര് കൊടുത്തിട്ട് നമ്മൾ സെയിം ടൈമിൽ ഇവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് അടിക്കും. അപ്പോൾ സേവ് അടിക്കുമ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ വർക്ക് സേവ് ആകുക. ഓക്കെ അല്ലേ? ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മുടെ വർക്ക് സേവ് ആകുക. അപ്പോൾ എന്താവും, നമ്മുടെ എലമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെറിയൊരു സ്പേസിലേക്ക് ചുരുങ്ങിയിട്ട് അങ്ങനെ സ്ട്രക്ചായി നിൽക്കും. അങ്ങനെയാണ് നമ്മളത് സേവ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പേര് ശ്രദ്ധിച്ചില്ലേ? RFTVTFT. ഓക്കെ, അത് ഞാൻ സേവ് ചെയ്തു. ഇതാക്കണ്ടില്ലേ? ആ ഒരു രൂപത്തിലാണ് സേവ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് എടുത്ത് നോക്കി നോക്കാം. കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ പിന്നെയും ആ ഒരു രൂപത്തിൽ തന്നെ നമ്മുടെ ആ ഒരു സംഭവം സേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് എടുക്കുമ്പോൾ എന്താവും, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അത് എടുക്കുമ്പോൾ നേരത്തെ ആ ഒരു ചുരുങ്ങിയ സ്ഥലത്തുണ്ടായിരുന്ന ഈ ഒരു സ്ഥലത്തുണ്ടായിരുന്ന സംഭവം ഇത്രയും സ്ഥലത്തിലേക്ക് നീണ്ടു വന്നു. നമ്മുടെ പ്രൊജക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചതുപോലെ ഈ ഒരു സ്ഥലത്തിലേക്ക് നീണ്ടു വന്നപ്പോൾ എന്തായി, അതൊന്ന് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്ട്രെച്ചായിട്ട് എന്തായി നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ചായിട്ടാണ് സംഭവം നിന്നത്. അതാണ് ഇങ്ങനെ നീണ്ടതായിട്ട് നിൽക്കുന്നത്. ഇതിലുള്ള ഈ ഒരു ഭാഗം ഇതിലുള്ള സേവായ നമ്മുടെ വർക്ക് എന്തായി ഇത്രയും സ്ഥലത്തിലേക്ക് സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് എന്തായി സ്ട്രെച്ചായിട്ട് നിന്നു. അതാണ് അവിടെ സംഭവിച്ചത്. അപ്പോൾ ഇനി ആ ഒരു പ്രോബ്ലം എങ്ങനെ ഇല്ലാതെ സേവ് ചെയ്യാൻ കഴിയും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും പ്രൊജക്റ്റ് സേവിൻ്റെ എടുത്തു. ഓക്കെ,
ഇപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ ഇതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഇത്ര സ്ഥലത്തിലേക്ക് നമ്മുടെ ക്യാൻവാസ് ചുരുങ്ങി. നേരത്തെ ഇത്രയും സ്ഥലത്തുണ്ടായിരുന്ന ക്യാൻവാസ് എന്തായി, ഇപ്പോൾ ഇത്ര ഒരു സ്ഥലത്തേക്ക് ചുരുങ്ങി. നമ്മൾ നേരിട്ട് ഇവിടെ സേവ് ആക്കുമ്പോൾ ഈ ഒരു ക്യാൻവാസിലുള്ള സംഭവം മാത്രമേ സേവ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വേണ്ട നെയിം നമ്മളിവിടെ കൊടുക്കുക. ഞാൻ തൽക്കാലത്തിന് ഫുൾ കോഴ്സ് പോസ്റ്റർ എന്നുള്ള പേര് കൊടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഡയറക്റ്റായിട്ട് ഇവിടെ ഓക്കെ അടിച്ച് സേവ് ചെയ്യുന്നതിന് പകരം, ഓക്കെ ഇത് ശ്രദ്ധിക്കുക കേട്ടോ, ഇനി നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഇത് ചെയ്യല്ല ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുന്ന അവസരത്തിൽ, അപ്പോൾ ഇനി നമ്മളെപ്പം സേവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ പ്രൊജക്റ്റ് ഇങ്ങനെ സ്ട്രക്ചായിട്ട് ഈ ഒരു ചെറിയ സ്ഥലത്തേക്ക് സ്ട്രക്ചായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അങ്ങനെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെന്താകുക, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെന്താകുക, ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് നമ്മുടെ കീബോർഡ് ഇവിടുന്ന് കളയുക. അപ്പോൾ നമ്മുടെ പഴയ രൂപത്തിലേക്ക് തന്നെ എന്താവും, ഈ ഒരു രൂപത്തിലേക്ക് തന്നെ അത് മാറും. എന്നിട്ട് ഓക്കെ അടിച്ച് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം എന്താവും, നമുക്ക് അത് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു വിഷയം ശ്രദ്ധിച്ചാൽ മാത്രം മതി. എന്നാൽ തന്നെ നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തെ പൂർണ്ണമായും നമ്മുടെ നിന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. പ്രൊജക്റ്റ് അടുത്തു, വേണ്ട നെയിമുകളൊക്കെ അടിച്ചു, കൊടുക്കേണ്ട നെയിം ഞാൻ അവിടെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. ഓക്കെ അടിച്ചു. ഇനി നോക്കിക്കഴിഞ്ഞാൽ സാധനം പക്കയായിട്ട് ഇവിടെ സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ് പ്രൊജക്റ്റ് കറക്റ്റായിട്ട് നമ്മുടെ പിക്സൽ ലാബിൽ സേവ് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ നമ്മുടെ ഈ പ്രൊജക്റ്റ് സേവിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PM ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ഇനി ആർക്കെങ്കിലും നമ്മുടെ പിക്സൽ ലാബ് ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ്, നമ്മുടെ ഈ പോസ്റ്ററിൽ കാണുന്നത് പോലെ നമ്മുടെ ഹബ് ഡിസൈൻ്റെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, താല്പര്യമുള്ളവരെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മുടെ ടീമിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനിങ് കാര്യങ്ങളും പഠിക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ടിപ്പും ട്രിക്കുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതുപോലെ ഇനി നിങ്ങളെ കുഴക്കുന്ന, അധികം ആർക്കും സൊല്യൂഷൻ കിട്ടാത്ത, നിങ്ങൾക്ക് പ്രയാസമായിട്ടുള്ള നമ്മുടെ മൊബൈൽ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിലിടുക. നമ്മൾ അതിൻ്റെ വീഡിയോയും ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ഗുഡ് ബൈ.